വെൽ, ഇന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിൽ AI ടേക്ക് ഓവർ ക്രിയേറ്റീവ് ജോബ്സ്? പക്ഷേ എനിക്ക് തോന്നുന്നത് ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് കൈൻഡ് ഓഫ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഷുഡ് ഐ ബിക്കം ഇൻ എ വേൾഡ് വെർ AI എക്സിസ്റ്റ്? ഇന്നിപ്പോൾ ഒരു ക്രിയേറ്റീവ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആലോചിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, വാട്ട്സ് ദ പോയിന്റ് ഓഫ് ലേണിംഗ് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, ഇല്ലുസ്ട്രേഷൻ, റൈറ്റിംഗ്, ഫോട്ടോഗ്രാഫി ആൻഡ് ഓൾ ദോ സ്റ്റഫ് ഇഫ് AI ക്യാൻ ഡു എവറിത്തിങ്? ഇന്നിപ്പോൾ നിങ്ങളുടെ ചുറ്റും AI വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നതും, ഇല്ലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും, സ്ക്രിപ്റ്റുകൾ എഴുതുന്നതും, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നിങ്ങളിങ്ങനെ ചിന്തിക്കാം, ഞാൻ ഓൾറെഡി ലേറ്റ് ആയി പോയോ? ഫ്യൂച്ചറിൽ ഈ പറയുന്ന ക്രിയേറ്റീവ് ജോബ്സ് എല്ലാം ഉണ്ടാവോ? നാളെ AI ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ആര് ഹയർ ചെയ്യാനാണ്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വാലിഡ് ആണ്. സോ ടുഡേ വി വാണ്ട് ടു ഗീവ് യു സം ഹോണസ്റ്റ് ആൻസേഴ്സ്. നത്തിങ് മോട്ടിവേഷണൽ, നത്തിങ് ആൻറ്റി AI. ഇന്ന് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇത്തരം ഡിസ്കഷൻസിനെ പറ്റി ഡിസൈൻ സ്കൂൾ ജെനുവിൻലി ബിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. വിൽ AI ടേക്ക് ഓവർ ക്രിയേറ്റീവ് ജോബ്സ്? യെസ് ആൻഡ് നോ. AI ഉറപ്പായിട്ടും സർട്ടൻ ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് ജോബ്സ് റീപ്ലേസ് ചെയ്യും, എസ്പെഷ്യലി റിപ്പീറ്റേറ്റീവ്, പ്രഡിക്റ്റബിൾ ആൻഡ് എക്സിക്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോബുകൾ. അതായത് ഇന്ന് AI വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും, സ്ക്രിപ്റ്റുകൾ എഴുതുന്നതും, സ്റ്റോക്ക് ഇല്ലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും, വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. അതിനി നാളെ ഇതിലും ബെറ്റർ ആവും. ഒരുപാട് ടാസ്കുകൾ ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ആക്കാൻ AIക്ക് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഹിയർ ഈസ് എ മിസ്റ്റേക്ക് പീപ്പിൾ മേക്ക്. ദേ തിങ്ക് ദാറ്റ് ക്രിയേറ്റീവ് വർക്ക് ഈസ് സെയിം as ക്രിയേറ്റീവ് ടൂൾ. ഇറ്റ് isn't. Clients don't actually pay for Photoshop, Illustrator, Premiere Pro or Midjourney. They pay for ideas, outcomes, solutions and judgment. And that part is becoming more valuable now. Because creativity was never about making. അത് ഡിസൈഡിങ് കൂടിയാണ്. നമുക്കൊരു മൂവിയുടെ കേസ് എടുക്കാം. അവിടെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്യുന്നുണ്ട്, AI വിഷ്വൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റോറി പറയണം, ഏത് സീനാണ് മാറ്റർ ചെയ്യുന്നതെന്ന്, എന്ത് തരം ഇമോഷൻസ് ഫീൽ ചെയ്യിപ്പിക്കണമെന്ന്, എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാ? ദാറ്റ്സ് ദ ഹ്യൂമൻ റോൾ. എക്സിക്യൂഷൻ എല്ലാം ഈസിയറായി തുടങ്ങുമ്പോൾ ഈ റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു 100 പേർക്ക് സെയിം AI ടൂൾ കൊടുത്തിട്ട് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയാണ്. ഡു യു തിങ്ക് ഓൾ 100 വിൽ ക്രിയേറ്റ് സംതിങ് മെമ്മറബിൾ? ഓഫ് കോഴ്സ് നോട്ട്. കാരണം ടൂൾ ഒരിക്കലും ഗ്രേറ്റ് വർക്ക് ചെയ്യുന്നില്ല, ബട്ട് പീപ്പിൾ ഡു. ടൂൾസ് ക്രിയേറ്റ്, ഹ്യൂമൻ ചൂസസ്. അത്തരം ചോയ്സുകളാണ് AIക്ക് ട്രൂലി പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ടേസ്റ്റ്. ക്യാൻ യു എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ഹൗ ടേസ്റ്റ് വർക്ക്സ്? ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് എസ്തെറ്റിക്സ് മാത്രമല്ല. അത് നിങ്ങൾ ഇന്ന് റെസ്യൂമയിലോ പോർട്ട്ഫോളിയോയിലോ ആഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഒന്നും ആയിരിക്കില്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വർക്കാവുന്നു, എന്തുകൊണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബേസിക് സെൻസിബിലിറ്റിയാണ്. അതായത് ആവറേജും എക്സെപ്ഷനും തിരിച്ചറിയാൻ, നോയ്സും മീനിങ്ങും എന്താണെന്ന് മനസ്സിലാക്കാൻ, ഡെക്കറേഷനും കമ്മ്യൂണിക്കേഷനും എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ടേസ്റ്റ് ആയിരിക്കും. ഒരു 100 AI ജനറേറ്റഡ് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് പിക്ക് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരിക്കും എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദാറ്റ്സ് വൈ ഫ്യൂച്ചർ ബിലോങ്സ് ലെസ് ടു ഓപ്പറേറ്റേഴ്സ് ആൻഡ് മോർ ടു ഡിസിഷൻ മേക്കേഴ്സ്. ഷുഡ് ഐ ബിക്കം എ ജനറലിസ്റ്റ് ഓർ എ സ്പെഷ്യലിസ്റ്റ്? ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഞാൻ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് ആവണോ അതോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ജനറലിസ്റ്റ് ആവണോ എന്നുള്ളത്. ഇന്ന് AI ഡിസൈൻ ചെയ്യുന്നതും, കോഡ് ചെയ്യുന്നതും, വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നതും, റിസർച്ച് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് ഒരേ സമയത്ത് ഒരേ ദിവസം. അങ്ങനെയുള്ള സമയത്ത് ആ പഴയ ഡിസ്കഷൻ ഒരു പരിധിവരെ ഇറലവൻ്റ് ആയി തുടങ്ങി. കാരണം അതെല്ലാം ഒരു ടൂൾ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ? നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാൻ, കൾച്ചറിനെ മനസ്സിലാക്കാൻ, ബ്രാൻഡുകളെ പഠിക്കാൻ, സ്റ്റോറി ടെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? സോ ദ ഫ്യൂച്ചർ ക്രിയേറ്റീവ് ഈസ് നോട്ട് എ ജനറലിസ്റ്റ് ഓർ എ സ്പെഷ്യലിസ്റ്റ്. ദ ഫ്യൂച്ചർ ക്രിയേറ്റീവ് ഈസ് എൻ ആർക്കിടെക്ട്. നമ്മളൊരു വീട് പണിയാണെന്ന് വിചാരിക്കാം. ഒരാൾ ചുമരുകൾ പണിയുന്നു, വേറൊരാൾ വാതിലുകളും ജനാലകളും പണിയുന്നു, വേറൊരാൾ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നു. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്കില്ലുണ്ട്. എന്നാൽ ആ വീടിനെ മൊത്തത്തിൽ കാണുന്നതും മനസ്സിലാക്കുന്നതും ഒരു ആർക്കിടെക്റ്റാണ്. ആ വീട് ആർക്ക് വേണ്ടി പണിയുന്നു, എന്തിനു വേണ്ടി പണിയുന്നു, ആ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് എന്ത് തരം ഇമോഷൻ ഫീൽ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഒരു ആർക്കിടെക്റ്റാണ്. AI is incredibly becoming a powerful contractor, electrician or a carpenter. But somebody still needs to be an architect with vision, direction and judgment. That's why human value is still moving forward. So, should young creatives stop learning design skills? Absolutely not. അത് മറ്റൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങളുടെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ലേണിംഗ് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, ടൈപ്പോഗ്രഫി, സ്റ്റോറി ടെല്ലിംഗ് സ്റ്റിൽ മാറ്റേഴ്സ്. പക്ഷെ അവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ സ്കില്ലുകളൊന്നും അല്ല ഇനി ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതെല്ലാം ഫൗണ്ടേഷൻ മാത്രമാണ്. യു ലേൺ ദം ടു തിങ്ക് ബെറ്റർ, ജഡ്ജ് ബെറ്റർ, ക്രിയേറ്റ് ബെറ്റർ. വാട്ട് ഷുഡ് സ്റ്റുഡൻസ് ഫോക്കസ് ഓൺ റൈറ്റ് നൗ? വെൽ, ഇന്ന് ഒരു ക്രിയേറ്റീവ് കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഫോക്കസ് ഓൺ ദിസ് 5 തിങ്സ്. നമ്പർ 1, ലേൺ ഫണ്ടമെൻ്റൽസ്, ഡിസൈൻ പ്രിൻസിപ്പിൾസ്, കോമ്പോസിഷൻ, സ്റ്റോറി ടെല്ലിംഗ്, കമ്മ്യൂണിക്കേഷൻ. ഇതൊന്നും ഒരിക്കലും എക്സ്പയർ ആവില്ല. നമ്പർ 2, ലേൺ AI. അത് AI നിങ്ങളെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, നിങ്ങളെക്കാൾ നന്നായി AI യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ നിങ്ങളെ ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും AI പഠിക്കണം. നമ്പർ 3, ലേൺ ടു ബിൽഡ് എ ടേസ്റ്റ്. ടേസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ബുക്സ് വായിക്കാം, മൂവീസ് കാണാം, ആളുകളെ പഠിക്കാം, ഒബ്സർവ് ചെയ്യാം, ട്രാവൽ ചെയ്യാം, ബ്രാൻഡ്സിനെ പഠിക്കാം, ആഡുകൾ പഠിക്കാം. നമ്പർ 4, ബിൽഡ് എ പോയിന്റ് ഓഫ് വ്യൂ. ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുക. ആൻഡ് ഫൈനലി, ലേൺ ടു സോൾവ് പ്രോബ്ലംസ്.